ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാനുണ്ട്, അരുണേട്ടനുണ്ട്. വെച്ചേ കാണട്ടെ. നല്ല ലുക്കാ അവന് കണ്ണട വെച്ചാല് എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ആ കണ്ണട എന്റേതല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക ആ കണ്ണട എന്റേതാണെന്ന്. അല്ലല്ലോ അരു. അരുണ് താല്പര്യമില്ലാതെ വീഡിയോയിൽ നിൽക്കുക, കമന്റ് ഇടണേ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്ത് വണ്ടി ഓടിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. അടുത്തവനുമായിട്ട് കോമ്പി അടിച്ച് പോകുന്ന സമയത്തെ ഇവന്റെ വിചാരം എല്ലാ വണ്ടികളും KSRTC ആണ് എന്നാണ്. എന്ന് വെച്ചാല് പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന സമയത്ത് KSRTC ബസ്സുകാരോട് കോമ്പി അടിച്ചിട്ട് പോവുകയും അതുകൊണ്ടാണ് എന്ന് വിചാരിക്കുക. പെട്രോൾ ഇവിടുന്ന് അടിച്ചു. അപ്പൊ അങ്ങനെയാണ്. അതെന്തുകൊണ്ടാന്നല്ലോ ഞാൻ നിന്നോട് പറഞ്ഞതാന്നല്ലോ. അപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്, ഗുരുവായൂരേക്ക് പോവാണ്. എനിക്കിങ്ങനെ ഇട്ടാലും ബോറേഡൊന്നും ഇല്ലല്ലേ, ഭംഗിയൊക്കെ ഉണ്ടല്ലേ കാണാൻ. ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരു കേളി ഹെയർ ഒക്കെ ആയിട്ട് ഒരു ബോയൊക്കെ വാങ്ങി വെച്ചാൽ ഭംഗി ഉണ്ടാവുമായിരിക്കും. മേ ബി എനിക്കറിയില്ല കേട്ടോ. പെട്രോൾ പമ്പ് കയറാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ണനെ കാണുന്ന ദിവസമാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര സന്തോഷാണ്. ഒരു ഇവിടുന്ന് അവിടെ എത്തുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അങ്ങനെ 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 ഫുൾ ടൈം അടിക്കേ. നമ്മള് പൈസ ഉള്ള ആൾക്കാരല്ലേ, ഇപ്പൊ ഫുൾ ടൈം ഒക്കെ അടിക്കണേന് എന്താ? ഫുൾ ടാങ്ക് പെട്രോള്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഗുരുവായൂരെത്തിയിട്ട് കാണാം കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല, നേരിട്ട് ഗുരുവായൂരേക്ക് തന്നെ. കാരണം എന്താ വെച്ചാല് ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനില്ല. നേരെ കണ്ണനെ കണ്ടതിന് ശേഷമാണ് ഇനി എന്തെങ്കിലും കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ. എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണുക കേട്ടോ. ഓക്കെ, അരുണേട്ടൻ അന്ന് വെക്കടേ ഒന്ന് കാണാൻ. അയ്യോടാ, ടിഷ്യൂ പോയി, ടിഷ്യൂ താഴെ വീണ് പോയി. കാർഡ് കൊടുത്തു. ഞാൻ വെക്കുന്നവൻ കാത്തിരിക്കാട്ടോ, ഞാനും പ്രേക്ഷകരും. പക്ഷെ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ വെച്ചിട്ട്. നോക്കിയാ അതെന്റെ ഞാൻ വരയ്ക്കുന്ന സമയത്ത് കണ്ണിന് സ്ട്രെയിൻ കൊടുത്തിട്ട് എനിക്ക് കണ്ണട വെച്ചിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് കണ്ണട വെച്ചാൽ എന്തോ ഒരു അസ്വസ്ഥതയാ, അതുകൊണ്ട് ഞാൻ വെക്കാറില്ല. അതെടുത്ത് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു, ഗോ ബാലൻ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോയതാണ്. അപ്പൊ എല്ലാരോടും ബൈ ദ ബൈ ബൈ പറയാണ്. ബൈ ദ ബൈ ബൈ പറയൂല, ഗുരുവായൂരേക്ക് പോവുകയാണ്. ഷിബീറിന്റെ അച്ഛനാണത്. ഷബീറിനല്ലേ വിളിച്ച്? സാധാരണ ഷബീറിനെ വിളിക്കലുണ്ടോ? ഈ നമ്പറാണോ ഷബീറിനെ സാധാരണ വിളിക്കുന്ന? ഈ നമ്പറാണത്? എന്നാ ഓനോട് പറയ് ഏതെങ്കിലും ഒരു സിം എടുക്കാം കേട്ടോ. എന്തൊരു ഇടുങ്ങേറാന്നറിയോ. നേരത്തെ ഒരു വീഡിയോയില് കുറ്റിപ്പുറം ആരായിരുന്നു മെമ്പറാണോ എന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ എങ്ങനെയാണ്. അപ്പൊ ബൈ ദ ബൈ ബൈ ഒന്നും പറയുന്നില്ല. നമുക്ക് ഗുരുവായൂരെത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഗുരുവായൂരെത്തി. ഇവിടെ ഒരാള് ഭയങ്കര ഉറക്കം. ഞാൻ പാട്ട് ഓഫ് ആക്കിയാണ്. എന്തോ കാലമക്കാലൊക്കെ വെച്ച് കിടക്കുന്നുണ്ട്. സൂയിച്ച് കിടന്നുറങ്ങി വരിക. ഇടക്കിട്ട് പോലും അറിയുന്നില്ല. ഗുരുവായൂരെത്തി. സീറ്റ് വെറ്റൊക്കെ ഒരു
എന്തോ ഉറക്കം ഉറങ്ങി? നമുക്ക് ട്രെയിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഗുരുവായൂരപ്പം വണ്ടി ഒന്ന് കാറ് തന്നിട്ടുണ്ട്. ആ പിന്നെ കാറിലല്ലേ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ എത്തി. സമയം എന്തായി? സമയം 1:55. ഈ പറഞ്ഞ റെഡി അല്ലേ? കറക്റ്റ് 2 മണിക്ക് എത്തിയിട്ടുണ്ടല്ലേ. ഒന്ന് ഫ്രഷ് ആവട്ടെ, ഒന്ന് ഫ്രീയോ. അങ്ങനെ ഒന്ന് ഫ്രഷായി നേരെ ദേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. ഉറങ്ങിയതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട്. ഉറങ്ങിയ ക്ഷീണം പോവുകയല്ലേ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് അതേ വാഹനത്തിലൊക്കെ തൂക്കുന്ന കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്തെടുത്തതാട്ടോ. നല്ല രസമുണ്ട്, കിലുങ്ങുന്ന മണികളും ഒക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി നിന്ന് പിന്നെ നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാൻ അപ്പുറത്തോട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. എന്നെ കൊണ്ട് വയ്യടേ, ഇനിയും ഇതിൻ്റെ പുറകെ നടത്തിക്കാനായിട്ട് കുറച്ച് ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ, ബാക്കി വയ്യേ വരുന്നുണ്ട്. പിന്നെ മഞ്ജുലാലിൻ്റെ അടുത്തൊന്ന് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മഞ്ജുലാലിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ണനെ കാണുമ്പോൾ മിക്കതും മഞ്ജുലാലിൻ്റെ അടുത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പം മഞ്ജുലാലിൻ്റെ അടുത്തും കൂടി ഒന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളങ്ങോട്ട് അവിടുന്ന് പോകുന്നത്. അവിടുന്ന് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് കാറെടുത്തിട്ട് മഞ്ജുലാലിൻ്റെ അടുത്തേക്ക് വന്ന് എന്നതിന് ശേഷം പിന്നെ പ്രാർത്ഥിച്ച് അതേപോലെ കാറിൽ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കയറി കണ്ണനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഒടുക്കമ്പത്തെ വെയിലാട്ടോ, നട്ടുച്ച സമയം 2 മണിയാണ്. അതുകൊണ്ട് ക്യാമറയിൽ സത്യം പറയാ ഞാൻ എന്നെ തന്നെ കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഗുരുവായൂർ നട നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ പോയിട്ട് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. അത് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവാണല്ലോ നമുക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പം അമ്മേന്റെ കയ്യിലൊന്നുമില്ല, ബാഗൊന്നും എടുത്തിട്ടില്ല. അതെയോ? അതെയോ? ഞാൻ ബാഗൊന്നും എടുത്തില്ല. எனக்கு மக்கள் நிறைய பொண்ணு நிறைய பொண்ணு 6 பொண்ணு. அப்ப இது கூட 7 பொண்ணு. அததான் நான் சொன்னேன், எனக்கு பொண்ணு காசு பொண்ணு. இப்ப வரும் பாருங்க கூட இந்த போன என்னைக்கு மாறாது. அதுதான் எனக்கு അയ്യോ, നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സോറി കണ്ണാ, സോറി കണ്ണാ. അതെ, ഞാനേ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ച് ഞാൻ പേഴ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അരുണാണെ മുമ്പിൽ അങ്ങ് പോവുകയും ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് അമ്മ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ? അയ്യോ, നമ്മൾ ആരെയും പൈസയുടെ പുറത്ത് വിലയിരുത്താൻ പാടില്ല. 7ാമത്തെ പൊണ്ണ് ഞാനാണെന്ന് പറഞ്ഞു. അതിൽ ഭയങ്കര സന്തോഷം എനിക്ക്. ഏതായാലും കണ്ണനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇനി യാത്ര തുടരുകയാണ്. പത്തനംതിട്ടയിലേക്കുള്ള യാത്ര. പത്തനംതിട്ടയിൽ നിന്നാണ് കൊല്ലത്തേക്ക് പോകുന്നത്. നമ്മൾ പൈസയുടെ പുറത്താരെ അളക്കരുതില്ലേ. എനിക്ക് വളരെയധികം വിഷമം തോന്നിപ്പോയി. സോറി പറയല്ലാതെ വേറെ വഴിയില്ല. ഇപ്പഴാ സത്യം പറയാച്ച ഞാൻ എന്നെ കണ്ടത്. അത്രയും വെയിലാണല്ലോ അവിടെ. ഞാൻ ഇന്ന് സത്യഭാമയെ പോലെ മുടിയൊന്ന് അയച്ചിട്ടേക്കാന്ന് കരുതി. അങ്ങനെ അയ്യോ പാവം ഉണ്ടാവും. എനിക്ക് എന്തോ ഒരു കുറ്റബോധം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. ഞാൻ ആ അമ്മേനെ കണ്ടപ്പോ അയ്യോ സോറി പറയാ കണ്ണനോട്. നമ്മൾ ഏതെങ്കിലും രൂപത്തില് കണ്ണൻ നമ്മളടുത്ത് വരുമെന്ന് പറയാറില്ലേ? എന്ന് വെച്ചാൽ അതമ്മ കണ്ണനാണെന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവമായിപ്പോയി. അപ്പം അങ്ങനെയാണ്. അപ്പം ഗുരുവായൂരത്തെ വിശേഷങ്ങൾ ഇത്രമാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേശ്ശെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ
വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തൊട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് പത്തനംതിട്ട എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. കണ്ണിനെ കണ്ടതിൽ അരുണിനെ കാണുന്നില്ലാലോ. അരുണിനെ കണ്ടിട്ടില്ലെങ്കിലും വണ്ടി ഞാൻ എത്തുമ്പോഴേക്കും ലോക്ക് ഓപ്പൺ ആക്കി തന്നു. അപ്പൊ ഈ പരിസരത്ത്, എന്നെ കാണുന്ന പരിസരത്ത് എവിടെയോ അരുണുണ്ട്. പക്ഷെ ഭയങ്കര ചൂടായിരിക്കും. ആരൊക്കെ എന്നോട് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഹായ് പറയുന്നുണ്ട്. അങ്ങനെ വണ്ടിയിലെത്തി. അപ്പോൾ ഗുരുവായൂർ അമ്പല വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തണം, എന്നാലേ അപ്പപ്പുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.